യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. 24-ഉം 25-ഉം വാക്യങ്ങൾ വേറൊരു കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. 23 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ ഐഹിക ജീവകാലത്ത്, പ്രത്യേകിച്ച് പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ആദ്യം സംബന്ധിച്ച പെസഹ പെരുന്നാൾ, യെരൂശലേം ദൈവാലയത്തിൽ കർത്താവ് സംബന്ധിച്ച പെസഹ പെരുന്നാളിൻ്റെ വൃത്താന്തമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ദൈവാലയത്തിൽ കർത്താവ് ചെല്ലുകയും ദൈവാലയം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മൾ അതോട് ബന്ധപ്പെട്ട് യേശുക്രിസ്തുവും ദൈവാലയവും, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. പുതിയ നിയമത്തിൽ ദൈവാലയം എന്ന് ഉദ്ദേശിക്കുന്ന അത് ഏതൊക്കെ അർത്ഥത്തിലാണ് എന്ന് നമ്മൾ കാണുകയായിരുന്നു. യഹൂദന്മാർക്ക് അവർക്ക് ഒരു ദൈവാലയമേ ഉണ്ടായിരുന്നു. സിനഗോഗുകൾ പലതാണ്. എന്നാൽ അവർക്ക് ഉത്സവത്തിനായി കൂടി വരുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ അവിടുത്തെ നാമം വിളിക്കപ്പെട്ട ഏക സ്ഥലം യെരൂശലേം ദൈവാലയമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഉണ്ടായിരുന്ന ദൈവാലയം. ആ ദൈവാലയം സുവിശേഷങ്ങളിൽ എന്നുള്ള വിഷയമാണ് നമ്മൾ ഒടുവിൽ കണ്ടത്. ആ സുവിശേഷങ്ങളിൽ പ്രധാനമായിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടാണ് ഈ ദൈവാലയത്തെ നമ്മൾക്ക് പരിചിന്തനം ചെയ്യുവാൻ സാധിക്കുന്നത്. ഈ ദൈവാലയത്തെ കുറിച്ച് തന്നെ കർത്താവ് ചില പഠിപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. അത് ഞാനൊന്ന് സ്പർശിച്ചു പോകാം. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപടഭക്തിയെ കർത്താവ് വിമർശിക്കുന്ന ആ രംഗത്ത് കർത്താവ് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവാലയത്തെ, മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്തത്. അത് കർത്താവ് പഠിപ്പിച്ചതാണ്. അത് യെരൂശലേം ദൈവാലയത്തിന്റെ നമ്മൾ ചിന്തിച്ച വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉൾപ്പെടുന്ന, മലയാളം ബൈബിൾ അത് വേർതിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. മന്ദിരം എന്ന് പറഞ്ഞിരിക്കുന്ന നായോസ് ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിനെ ചൊല്ലി സത്യം ചെയ്യരുത് എന്ന് കർത്താവ് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും പ്രാകാരത്തിൽ ഇരിക്കുന്ന യാഗപീഠത്തെ ചൊല്ലിയും സത്യം ചെയ്യരുതെന്ന് യാഗപീഠത്തെ പ്രത്യേകം എടുത്ത് കർത്താവ് പറയുന്നുണ്ട്. അത് ഓർമ്മയിലിരിക്കുക. ഇനിയും കർത്താവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ പറഞ്ഞ ഒരു കാര്യമാണത്. കർത്താവ് കുരിശിൽ മരിക്കുന്ന സമയത്ത് ദൈവാലയത്തിലെ, അത് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്, മലയാളം ബൈബിളിൽ ക്ലിയറായിട്ട് വളരെ പ്രത്യേകം ആയിട്ട് പറഞ്ഞിരിക്കുന്നു, മന്ദിരത്തിലെ തിരശ്ശീല എന്നാണ്. ദൈവാലയത്തിലെ തിരശ്ശീല എന്നല്ല, മന്ദിരത്തിലെ എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീലയാണ്. അതാണ് മന്ദിരം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ആ മന്ദിരത്തിലെ അത് ഹെയ്റോണുമായിട്ട് ബന്ധമുള്ളതല്ല, എന്ന് പറഞ്ഞാൽ പ്രാകാരവുമായിട്ട് ബന്ധമുള്ളതല്ല. ആ തിരശ്ശീല രണ്ടായി ചിന്തി എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ മന്ദിരത്തിലെ തിരശ്ശീല രണ്ടായി ചീന്തിയപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, അഥവാ കൃപാസനത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുക ഏതൊരു സാധാരണ ഇസ്രായേലിനും ഇസ്രായേലിലെ പുരോഹിതന്മാർക്കും
എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതന് മാത്രമല്ല, പുരോഹിതന്മാർക്കും ഏത് സാധാരണക്കാർക്കും ഈ കൃപാസനത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലാനുള്ള പ്രവേശനം. ആ വാക്ക് പുതിയ നിയമത്തിലെ ഒരു പ്രത്യേക ഉപദേശമാണ്. അക്സസ്, പ്രവേശനം, ഇതൊക്കെ കൃത്യം നമ്മൾ പഠിക്കേണ്ട വാക്കുകളാണ്. പ്രവേശനം ആ സമയത്ത് നമ്മൾക്ക് ലഭിക്കുക. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ആ മന്ദിരത്തിന് അഥവാ അതിവിശുദ്ധ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകത മറന്നു പോകരുത്. അവിടെ പണ്ടുണ്ടായിരുന്ന നിയമപ്പെട്ടകമോ കൃപാസനമോ കെരൂബുകളോ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ മന്ദിരത്തിലെ തിരശ്ശീല ചീന്തിയപ്പോൾ സാധാരണക്കാർക്ക് പോലും അവിടേക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന സമാഗമന കൂടാരം മുതൽ ഉണ്ടായിരുന്ന നിയമപ്പെട്ടകവും അവിടെ ഉണ്ടായിരുന്ന കൃപാസനമാകട്ടെ കെരൂബുകളാകട്ടെ ഒന്നും ആ അതിവിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾക്ക് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ഇനിയും അവിടെ വേറൊരു കാര്യം, കർത്താവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് ഈ മന്ദിരത്തിലെ തിരശ്ശീല ചീന്തുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അവിടെ കർത്താവിനെ പിടിച്ചു ക്രൂശിക്കുവാൻ കൊണ്ടുപോയി എന്ന് യൂദ അറിഞ്ഞപ്പോൾ മത്തായി 27-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലുണ്ട്, ആ മന്ദിരത്തിലെ ദൈവാലയത്തിലെ ഭണ്ഡാരത്തിന് നേരെ യേശുവിനെ വിറ്റ് കിട്ടിയ കാശ് 30 വെള്ളിക്കാശ് അവൻ എറിഞ്ഞു കളഞ്ഞു. അതും ഈ ദൈവാലയത്തോട് ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ്. അവിടെ ആയിരുന്നു, പണ്ട് ഉണ്ടായിരുന്നില്ല ഈ ഭണ്ഡാരം. പിൽക്കാലത്ത് സ്ഥാനം പിടിച്ചതാണ് ഈ ഭണ്ഡാരം എന്ന് പറയുന്നത്. യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഉള്ള നേർച്ചകളൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. പണമിടുന്ന സ്ഥലമാണ്. അതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. കർത്താവ് തലപൊക്കി നോക്കിയപ്പോൾ ഒരു വിധവ കൊണ്ടുവന്ന് 2 കാശ് ഇട്ടതൊക്കെ അവിടെയാണ്. ഈ സ്ഥലത്താണ് ഈ യൂദ കർത്താവിനെ വിറ്റ് തനിക്ക് കിട്ടിയ അന്യായമായ പണം കൊണ്ടുവന്ന് അവിടേക്കാണ് എറിഞ്ഞത്. അത് കൊടുത്താണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അക്കൽദാമ അഥവാ രക്തനിലം വാങ്ങുന്നത്. അതും ഈ ദൈവാലയത്തോട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഈ ഭണ്ഡാരത്തിന് നേരെയാണ് ഈ പണം, ദൈവാലയത്തിലെ ഭണ്ഡാരത്തിന് നേരെയാണ് ആ പണം വലിച്ചെറിഞ്ഞത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-19 ആ പണം കൊടുത്ത് പരദേശികളെ കുഴിച്ചിടാൻ വേണ്ടി ഒരു നിലം വാങ്ങിയതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സുവിശേഷങ്ങളിൽ ദൈവാലയത്തോട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറെ ഉണ്ട്, എന്നാൽ പ്രധാനമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവയാണ്. അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ, രണ്ടാമത് നമ്മൾ ചിന്തിച്ചതാണ് അപ്പസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ദൈവാലയം. ഇത് ഒരു നല്ല പഠനമാണ്. പലർക്കും സംശയം ഉണ്ടാകാവുന്ന ഒരു ഭാഗം കൂടെയാണ് അത്. ഞാനൊന്ന് പരാമർശിച്ചു പോകാം. എല്ലാ കാര്യങ്ങളും പറയുക സാധ്യമല്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളില് 2-ാം അധ്യായത്തിൽ എന്താ 2-ാം അധ്യായത്തിന്റെ സവിശേഷത നമ്മൾക്കറിയാം. ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലാണ് ഈ 2-ാം അധ്യായം എന്ന് പറയുന്നത്. എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ ദൈവത്തിന്റെ സഭ വെളിപ്പെട്ട ദിവസമാണ് ഈ പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത്.
അവിടെ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന ഈ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഭൂമിയിൽ സഭ വെളിപ്പെട്ടത്, സഭ ഉണ്ടായത് ഈ പെന്തക്കോസ്ത് നാളിലല്ല. അതൊരിക്കലും അങ്ങനെ ആരും പഠിപ്പിക്കരുത്. സഭയുണ്ടായത് പെന്തക്കോസ്ത് നാളിലല്ല. സഭ വെളിപ്പെട്ടത് പെന്തക്കോസ്ത് നാളിലാണ്. എവിടെ? ഭൂമിയിൽ വെളിപ്പെട്ടത്. സഭയ്ക്കൊരർത്ഥത്തിൽ ആരംഭമില്ല. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, എഫേസ്യർ 3:9, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ, ആ വാക്യം അറിയാവുന്നവര്, മനപ്പാടം അറിയാവുന്നവർ എൻ്റെ കൂടെ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്യണമെന്നില്ല. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ, അനാദികാലം എന്ന് പറഞ്ഞാൽ എന്താ? ആദിയില്ലാത്ത കാലമെന്നാണ്. ആദിയില്ല, ആരംഭമില്ല. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ആരംഭമുണ്ടോ? സഭയ്ക്ക് ആരംഭമുണ്ടോ? ഇല്ല. അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന, ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ദൈവത്തിന്റെ സഭ. ആ സഭ ഭൂമിയിൽ വെളിപ്പെട്ടത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പെന്തക്കോസ്ത് നാളിലാണ്. അങ്ങനെ ഈ സഭ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. യേശുക്രിസ്തു പെസഹ പെരുന്നാളിനാണ് എന്ത് ചെയ്തത്? ദൈവാലയം ശുദ്ധീകരിച്ചത്. അത് കഴിഞ്ഞ് 50-ാമത്തെ ദിവസത്തെ പെരുന്നാളാണ്. ആ പെസഹ തൊട്ടെണ്ണി 50-ാമത്തെ ദിവസത്തെ പെരുന്നാളാണ് ഏത്? ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്ത് പെരുന്നാൾ. പലർക്കും ഇതിന്റെ ഡ്യൂറേഷൻ, ഇതിന് ഇടയ്ക്കുള്ള സമയം പലർക്കും ഇതറിയത്തില്ല. ഏതാണ്ട് രണ്ട് വലിയ അകലത്തിൽ നടന്ന കാര്യം. 50 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. 50-ാമത്തെ ദിവസമാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ ദൈവസഭ ഭൂമിയിൽ വെളിപ്പെടുന്നത്. ഓർക്കുക, അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. 41-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടത്. 2:41, ദാ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. പിന്നെ 3000-ഓളം പേര് അവരോട് ചേർന്നു എന്ന് വായിക്കുന്നു. അവരെന്ത് ചെയ്തു? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോരും. ഞാൻ ഇവിടെ ഒരു വാചകത്തിലൊന്ന് പറയട്ടെ. ഈ കൂടിയത് അവര് സ്നാനപ്പെട്ട് കർത്താവിന്റെ വചനം കൈക്കൊണ്ട് സ്നാനപ്പെട്ട് ശിഷ്യന്മാരോട് ചേർന്ന് അവർ കൂടി വന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടതും കൂട്ടായ്മ ആചരിച്ചതും അപ്പം നുറുക്കിയതും പ്രാർത്ഥന കഴിച്ചതും ദൈവാലയത്തിലല്ല. മനസ്സിലായോ? ദൈവാലയത്തിൽ അവരെ കേട്ടത്തില്ല, ദൈവാലയവുമായിട്ട് ബന്ധമില്ല. എന്നാൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് 46-ാം വാക്യം നോക്കി. അപ്പോസ്തലന്മാരും ദൈവാലയവും എന്നുള്ള പഠനത്തിൽ, അഥവാ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ദൈവാലയം എന്നുള്ള ആ പഠനത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന കാര്യം 46-ാം വാക്യത്തിൽ എന്താ? ഒരുമനപ്പെട്ട് ദിനം പ്രതി അവരെന്ത് ചെയ്തു? ദൈവാലയത്തിൽ, ഉത്സവ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ, ഇവരെന്ത് ചെയ്തു? ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വന്നു. എന്തിനാ ദൈവാലയത്തിൽ കൂടി വന്നത്? ആ ദൈവാലയത്തിൽ കൂടി വന്ന് അപ്പം മുറിക്കാനൊന്നുമല്ല. അവർ ദൈവാലയത്തിൽ കൂടി വന്നിട്ട് എന്ത് ചെയ്തു? അവർ ദൈവവചനം ദൈവാലയത്തിൽ അറിയിച്ചു. എന്നാൽ ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വന്നിട്ട് അവർ എന്താ ചെയ്തതെന്ന് നോക്കിയാൽ അടുത്ത വാചകം. തെറ്റായിട്ടൊന്നും വചനത്തിലെ കാര്യങ്ങൾ ഗ്രഹിക്കരുത്. നോക്കണം, ദൈവാലയത്തിലല്ല, ദൈവാലയത്തിൽ കൂടി വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അപ്പം നുറുക്കിയത് എവിടെയാ? വീട്ടിലെ അപ്പം നുറുക്കിയത്. കേട്ടോ? അവിടെ പോയി ദൈവം വേർപാടില്ലാതെ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല.
അവരുടെ കൂടെ അപ്പം പറിക്കാൻ പറ്റുമോ? ദൈവാലയത്തിൽ ചെന്ന് അപ്പം പറിക്കാൻ പറ്റുമോ? അവർ വീട്ടിൽ കൂടി വന്ന് തിരുവത്താഴം ആചരിച്ചു. അപ്പം നുറുക്കെന്ന് പറഞ്ഞാൽ തിരുവത്താഴം ആചരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം അവർ തിരുവത്താഴം ആചരിച്ചു. രണ്ടാമത് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിച്ചു. ഇതിന് പലർക്കും ഇത് വേർതിരിച്ചറിയത്തില്ല. രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അവര് ദൈവാലയത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു, ദൈവവചനമൊക്കെ അറിയിച്ചു. എന്നാൽ എന്ത് ചെയ്തു? അവരുടെ വീടുകളിൽ കൂടി വന്നിട്ട് അവർ അപ്പം നുറുക്കി തിരുവത്താഴം ആചരിച്ചു. തിരുവത്താഴം ആചരിച്ചത് അവരുടെ വീടുകളിലാണ്. വീടുകളിൽ തിരുവത്താഴം ആചരിച്ചിട്ട് എന്താ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു. അതേതാ? അത് ലവ് ഫീസ്റ്റ് ആണ്, സ്നേഹസദ്യയാണ്. ആദ്യം അവർ അപ്പം നുറുക്കി എന്ന് പറഞ്ഞാൽ തിരുവത്താഴം ആചരിച്ചു, പിന്നീട് അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദൈവാലയത്തില് ഈ അപ്പോസ്തലന്മാരും ആദിമസഭയും പോയിരുന്നു. ഇനിയും രണ്ടാമതൊരു കാര്യം കൂടെ നോക്കാം. ഇത് പെന്തക്കോസ്ത് നാളിലെ കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പെന്തക്കോസ്ത് നാളിനോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യമാണ്. സോറി. ഇനി നോക്കുക, 3-ാം അധ്യായത്തിലേക്ക് വന്നേ. 3-ാം അധ്യായത്തില് 1-ാം വാക്യം കണ്ടോ? എന്താ? ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെന്നു. അവരെന്തിനാ പോയത്? അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവാലയത്തിലേക്ക് പോയി. ആർക്കും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം. ഈ ശലോമോൻ പണിതതും പിൽക്കാലത്ത് നിലനിന്നു പോരുന്നതുമായ ദൈവാലയത്തിന്റെ പ്രത്യേകത, ആ ദൈവാലയം നമുക്കറിയാം, ശലോമോൻ പണിത ദൈവാലയമാണ് നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ട, തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞത്. ആ ദൈവാലയം പുനരുദ്ധരിച്ചത് നമുക്കറിയാം എസ്രായുടെയും നെഹമ്യാവിന്റെയും കാലഘട്ടത്തിലാണ്. എസ്രായും നെഹമ്യാവും കാലഘട്ടത്തിൽ സെരൂബാബേൽ പണിത ദൈവാലയം, ആ ദൈവാലയമാണ് ഹേരോദാവ് പുതുക്കി പണിത്. അവിടെ ശലോമോന്റെ കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേക സ്ഥലം, പ്രാർത്ഥനാ സ്ഥലം. ശലോമോന്റെ ദൈവാലയത്തിൽ ശലോമോന്റെ പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കിയതാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം. അവിടെ വന്ന് ആർക്കും പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, ആശേർ ഗോത്രക്കാരിയായ ഹന്ന പ്രാർത്ഥിച്ചത് അവിടെയാ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച ഹന്ന പ്രാർത്ഥിച്ചത് അവിടെയാ. അപ്പം അവിടെ ആർക്കും ചെന്ന് പ്രാർത്ഥിക്കാം. അത് ഏത് ഗോത്രത്തിൽപ്പെട്ടവർക്കും ചെന്ന് പ്രാർത്ഥിക്കാം. അതിന് ലേവി ഗോത്രത്തിൽപ്പെട്ടവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നോക്കുക, ഈ പ്രാർത്ഥനാ സ്ഥലത്തേക്ക്, ഞാനത് നെറ്റിപ്പരത്തി പറയാൻ സമയമില്ലല്ലോ, സാധിക്കുന്നില്ലല്ലോ, ചുരുക്കി പറയാം, അവിടേക്കാണ് പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്നത്. 9-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാണ് എന്ന് നമുക്ക് ഊഹിക്കാം. ഈ പ്രാർത്ഥനാ നേരത്ത് ഇവരെ ചെല്ലുന്ന സമയത്താണ് അവിടെ ഒരു അത്ഭുതം നടക്കുന്നത്. എന്താ? പിറവിയിലെ മുടന്തനായ മനുഷ്യൻ, പത്രോസും യോഹന്നാനും സൗഖ്യപ്പെടുത്തി എന്നാരും പറയരുത് കേട്ടോ. വേദപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ജനത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, പത്രോസും യോഹന്നാനും അല്ല സൗഖ്യം കൊടുത്തത്. ഈ കാലഘട്ടത്തിൽ പലരും ആരാ സൗഖ്യം കൊടുത്തത്? അവന്റെ കൈക്ക് പിടിച്ചോണ്ട് പത്രോസും യോഹന്നാനും പറഞ്ഞു എന്താ? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാനാ പറഞ്ഞത്. ആരാ സൗഖ്യം കൊടുത്തത്? പത്രോസും യോഹന്നാനും ആണോ?
യേശുക്രിസ്തു സൗഖ്യം കൊടുത്തത്. ഇന്ന് പ്രൊപ്പഗണ്ട നടത്തുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് തികച്ചും വചനവിരുദ്ധമാണ്. വ്യക്തികളെയാണ് ഇന്ന് പ്രോജക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും അത് ശരിയല്ല. യേശുക്രിസ്തു അത് തുടർന്ന് പറയുമ്പോൾ തന്നെ പത്രോസ് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്, യേശുക്രിസ്തു സൗഖ്യം കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെ ഈ ദൈവാലയത്തിൽ വെച്ച് ഒരു അത്ഭുതം നടക്കുകയാണ്. ഈ ദൈവാലയത്തിൽ നടന്ന ഈ അത്ഭുതത്തിൽ ഒരു വലിയ 4-ാം അധ്യായത്തിൽ നിന്ന് 3-ാം അധ്യായത്തിൽ നിന്ന് അത് 4-ാം അധ്യായത്തിലേക്ക് കിടക്കുക. എല്ലാവരും അതൊക്കെ സൂക്ഷ്മതയോടെ വായിക്കണം കേട്ടോ. ഇത് രണ്ട് സംഭവങ്ങളല്ല. 3-ലും 4-ലും പറഞ്ഞിരിക്കുന്നത് ഒരു സംഭവത്തിന്റെ അനുബന്ധമായി നടന്നിട്ടുള്ള കാര്യമാണ്. അവിടെ കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടു. മഹാപുരോഹിതന്മാർ ഇവരെ പിടിച്ചു. ആരെ? യോഹന്നാനെയും പത്രോസിനെയും വിളിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ശേഷം മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ദൈവത്തെക്കാൾ മനുഷ്യനെ അനുസരിക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവിടെ അവർ ദൈവവചനം ശക്തിയോടെ അവർ സംസാരിക്കുന്നതായിട്ട് കാണാം. അവിടെ വലിയ ആത്മീയ ഉണർവിന് തുടക്കം കുറിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ സംഭവം അതാണ്. അപ്പോസ്തലന്മാർ അഥവാ ആദിമസഭയും ദൈവാലയം എന്നതിനോട് ബന്ധപ്പെടുത്തി നമ്മൾക്ക് കാണാൻ കഴിയുന്ന രണ്ടാമത്തെ സംഭവം അതാണ്. തുടർന്ന് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായം, നിങ്ങള് ഹോംവർക്ക് ചെയ്യാൻ തരികയാണ്. അവിടെ ദൈവാലയ ബന്ധിതമായിട്ടുള്ള അനേക സംഭവങ്ങൾ സ്തെഫാനോസ് തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതിൽ താൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 7-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം ഒന്ന് നോക്കുക. 7:48 എന്താ? അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. അത് ക്ഷേത്രങ്ങൾ, കൈപ്പണിയായ ക്ഷേത്രമാകട്ടെ, കൈപ്പണിയായ ദൈവാലയമാകട്ടെ, ദൈവാലയത്തിലല്ല, ഈ ദൈവാലയങ്ങളിലല്ല ദൈവം വസിക്കുന്നത് എന്നുള്ള വലിയ മെസ്സേജ് താൻ നൽകുന്നു. ഇനി തുടർന്ന് ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. തുടർന്ന് 17-ാം അധ്യായത്തിൽ വരുമ്പോൾ വിജാതീയ ദൈവാലയത്തോട് ബന്ധപ്പെടുത്തി ഈ ഹെയ്റോൺ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത് അപ്പസ്തലനായ പൗലോസിന്റെ അരയോമക കുന്നിലെ പ്രസംഗത്തിൽ പൗലോസ് അപ്പസ്തലൻ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. അത് സ്തെഫാനോസ് പറഞ്ഞതിന്റെ ഏതാണ്ട് സമാനമായ ഒരു ആശയമാണ് അവിടെ നമ്മൾ കാണുന്നത്. നോക്കണം, ഈ 17-ാം അധ്യായത്തില് 24-ാം വാക്യത്തില് 24-ാം വാക്യം, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. നോക്കണം, അത് ഏതാ? സ്തെഫാനോസ് പറഞ്ഞതിന്റെ ഒരു വേർഷനാണ്. അത് തന്നെയാണ് താൻ പറയുന്നത്. ദൈവം യഹൂദന്മാർ പണിത ദൈവാലയത്തിലാകട്ടെ, വിജാതീയരുടെ ക്ഷേത്രത്തിലാകട്ടെ, അത്യുന്നതനായ ദൈവം വസിക്കുന്നില്ല. കണ്ടോ, സംഗതിയുടെ ഒരു 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 ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു 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 വ്യതിയാനം കണ്ടോ? ഇത് പഴയ നിയമത്തിൽ നിന്ന്, സുവിശേഷങ്ങളിൽ നിന്ന് കൃത്യമായി വ്യത്യസ്തമായ ഒരു പഠനമാണ് അപ്പസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായം മുതൽ തുടർന്നു പോരുന്നത്. എന്ന് പറഞ്ഞാൽ സഭായുഗത്തിൽ കൈപ്പണിയായ യാതൊരു മന്ദിരങ്ങളിലും ദൈവം വസിക്കുന്നില്ല. കൈപ്പണിയായ മനുഷ്യനിർമ്മിതമായ
ദൈവാലയമല്ല പെന്തക്കോസ്റ്റ് മുതൽ അഥവാ സഭായുഗത്തിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് എന്ന മഹത്തായ സത്യം. പുതിയ നിയമ സത്യം സ്ഥാപിക്കപ്പെടുക, അത് യഹൂദന്മാരുടേതാകട്ടെ വിജാതീയമായി ആയിക്കൊള്ളട്ടെ, ഓരോ ക്ഷേത്രങ്ങളിലും ഒരു ദൈവാലയത്തിലും ദൈവം അധിവസിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. എന്താ, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ പലർക്കും തങ്ങളുടെ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ആരാധിച്ച ആ ദൈവാലയം, അയ്യോ അത് ഉണ്ടല്ലോ, അത് ഭയങ്കരം, അത് വിട്ടുപോരാനൊക്കത്തില്ല. പലരുടെയും പ്രാണൻ അതിനോട് പറ്റിക്കിടക്കുക. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇത് തെറ്റായിട്ടുള്ള ഒരു പഠിപ്പിക്കലാണ്. ഈ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായം മുതൽ ദൈവാലയത്തിന്റെ കഥ, ദൈവാലയത്തിന്റെ ചരിത്രം, ദൈവാലയം എന്നുള്ള ഉപദേശം സമ്പൂർണമായി മാറുകയാണ്. ഇനിയും ഈ 22-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ പൗലോസ് 21, 22 അധ്യായങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചോണം. ആ ഭാഗത്തൊക്കെ വരുമ്പോൾ പൗലോസ് ദൈവാലയത്തിൽ പോകുന്നുണ്ട്. ദൈവാലയ കർമ്മങ്ങളിൽ പൗലോസ് ഏർപ്പെടുന്നതായിട്ട് വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതൊക്കെ ക്രിട്ടിക്കലാണ്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ 22-ാം അധ്യായത്തിൽ വരുമ്പോൾ 17-ാം വാക്യത്തിൽ യെരുശലേം ദൈവാലയത്തിലെ ആ പ്രാർത്ഥനാ സ്ഥലത്ത് പൗലോസ് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നുണ്ട്. 22-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അവിടെ താൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം നൽകിയതും എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ പ്രത്യേകമായ ഒരു ചലനം സൃഷ്ടിച്ചതുമായ കാര്യമാണത്. അവിടെ താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തനിക്കൊരു വിവശതയുണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ ദൈവാലയത്തിൽ താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ വെച്ച് നോക്കണം, 17-ാം വാക്യം, മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു വിവശതയിൽ ആയി അവനെ കണ്ടു. ഒരു വലിയ ദർശനം തനിക്കുണ്ടാകുന്ന രംഗമാണ് അവിടെ കാണുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല സമയം ലാഭിക്കാൻ വേണ്ടി. ചുരുക്കത്തിൽ ദൈവാലയത്തിൽ ഇവർ പോയിട്ടുണ്ട്, അപ്പോസ്തലന്മാരും പോയിട്ടുണ്ട്, ആദിമസഭയിലെ വിശ്വാസികളും പോയിട്ടുണ്ട്. ആരാധിക്കാനല്ല, അവിടുത്തെ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ കൂറ് പ്രഖ്യാപിച്ച് അവിടുത്തെ മെമ്പർഷിപ്പ് നിലനിർത്താൻ വേണ്ടിയല്ല. അവരവിടെ പോയത് സുവിശേഷം അറിയിക്കാനും ഏകാഗ്രമായി ഏകാന്തമായി പ്രാർത്ഥിക്കാനും വേണ്ടി അവർ ദൈവാലയങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ദൈവാലയം എന്ന കൺസെപ്റ്റിന്, ആ വീക്ഷണത്തിന് സമ്പൂർണമായ മാറ്റം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായം മുതൽ മാറിപ്പോവുക ചെയ്തത്. ഇനിയും മൂന്നാമത്, ഞാൻ വളരെ വേഗത്തിൽ പോവാണ്. മൂന്നാമത്, ദൈവാലയം ലേഖനങ്ങളിൽ, ലേഖനങ്ങൾ എന്ന് പറയുന്നത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങളാണ്. 5 ലേഖനകാരന്മാരാൽ, എഴുത്തുകാരാൽ എഴുതപ്പെട്ടിരിക്കുന്ന 21 ലേഖനങ്ങളാണ് ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ലേഖനങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ റോമാലേഖനവും എഫേസ്യ ലേഖനവും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, മറന്നു പോകരുതൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ ആവർത്തിക്കുക. ലേഖനങ്ങളിലാണ് ഉപദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഡോക്ട്രിൻ സ്ഥാപിക്കപ്പെടേണ്ടത്, ഞാൻ ഈ പറയുന്നത് അടിവരയിട്ട്, സാധിക്കുമെങ്കിൽ ചുവന്ന മഷിയും കൊണ്ട് നിങ്ങൾ എഴുതിയിട്ടോ, ഇത് തിയോളജിക്കലായിട്ടുള്ള ഒരു വേദശാസ്ത്രപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്.
ബൈബിളിലെ ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെടേണ്ടത് ഒരിക്കലും സുവിശേഷങ്ങളിൽ നിന്നോ അപ്പസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നിന്നോ അല്ല. സുവിശേഷങ്ങൾ വെച്ചോ അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ വെച്ചോ അല്ല. അത് തികച്ചും തെറ്റാണ് കേട്ടോ. ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെടേണ്ടത് ലേഖനങ്ങളിൽ നിന്നാണ്. അവിടെയാണ് ഏതൊരു കാര്യത്തിൻ്റെയും ഉപദേശം പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, സ്നാനം. സ്നാനം ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത് സുവിശേഷങ്ങളിലും അപ്പസ്തലന്മാരുടെ പ്രവൃത്തികളിലും. ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. യേശു സ്നാനപ്പെട്ടത്, മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിയത്, ശിഷ്യന്മാർ സ്നാനപ്പെടുത്തിയത്, യോഹന്നാന്റെ സ്നാനം, ഇതെല്ലാം ചരിത്രങ്ങൾ. യോഹന്നാൻ സ്നാനപ്പെടുത്തി, യേശു സ്നാനപ്പെടുത്തി, ശിഷ്യന്മാർ സ്നാനപ്പെടുത്തി, ഇങ്ങനെ ഓരോ ചരിത്രങ്ങളാണ് പറഞ്ഞത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വന്നിരിക്കെ നോക്കിയേ, അത് ആദിമസഭ സ്നാനപ്പെടുത്തിയ ചരിത്രങ്ങളാ പറഞ്ഞിരിക്കുന്നത്. ചരിത്രം. എന്നാൽ സ്നാനത്തിന്റെ ഉപദേശം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ലേഖനങ്ങളിലാണ്. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞ ഉപദേശം സ്ഥാപിക്കപ്പെടേണ്ടത് ലേഖനങ്ങളിൽ നിന്നാണ്. എന്നാൽ സുവിശേഷങ്ങളെയും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയെ നമ്മൾക്ക് ആശ്രയിക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, ആശ്രയിക്കാം. എങ്ങനെയാ? സുവിശേഷങ്ങളിൽ യേശു സ്നാനം സംബന്ധിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു. 2, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാർ അതെങ്ങനെ പ്രായോഗികമാക്കി. ഈ 2 കാര്യങ്ങൾ പരിഗണിക്കുക ഒരു ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ. എന്തൊക്കെ? 1, യേശുക്രിസ്തു എന്തു പഠിപ്പിച്ചു. 2, അപ്പോസ്തലന്മാർ എങ്ങനെയാണത് പ്രായോഗികം. ഒന്ന് ഹിസ്റ്ററിയും മറ്റത് പ്രാക്ടിക്കലുമാണ്. എന്നാൽ ഡോക്ട്രിൻ എവിടെയാണ്? ഡോക്ട്രിൻ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം, ഇതൊക്കെ വലിയ അടിസ്ഥാനപരമായ സത്യങ്ങളാണ്. സ്നാനം സംബന്ധിച്ചുള്ള ഉപദേശം, സ്നാനം എന്തിനാണ്, സ്നാനം ആരാണ് ഏൽക്കേണ്ടത്, സ്നാനം എങ്ങനെയാണ് നടന്നിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് എവിടെയാ? ലേഖനങ്ങളിലാണ്. അപ്പോൾ ലേഖനങ്ങൾ വെച്ചാണ് ഉപദേശം സ്ഥാപിക്കപ്പെടുക. 2ാമത്തെ ഉദാഹരണം തിരുവത്താഴമാണ്. തിരുവത്താഴം സ്ഥാപിച്ചത് യേശുക്രിസ്തുവാണ്. അത് സുവിശേഷങ്ങളിൽ കാണാം. എപ്പോഴാണ്, എങ്ങനെയാണ്, അന്ന് എന്തൊക്കെയാണ് ചെയ്തത്, ആ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. എന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാർ അതെങ്ങനെയാണ് ആചരിച്ചത് അതവിടെ കാണാൻ പറ്റും. എന്നാൽ ലേഖനങ്ങളിലാണ് അതിന്റെ ഉപദേശം. എന്തിനാണ് തിരുവത്താഴം ആചരിക്കുന്നത്, ആ തിരുവത്താഴത്തിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്, ആ അപ്പം എന്തിനാണ്, ആ പാനപാത്രം എന്തിനാണ്, ഇതെല്ലാം സംബന്ധിച്ചുള്ള ഉപദേശം എവിടെയാ? ലേഖനങ്ങളില. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് കൈകൂപ്പി ഞാൻ പറയുകയാണ് കേട്ടോ, സുവിശേഷങ്ങളും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളും മാത്രം അടിസ്ഥാനമാക്കി ഒരു ഉപദേശവും സ്ഥാപിക്കപ്പെടാൻ പാടില്ല. ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമുക്ക് ദൈവാലയത്തെ കുറിച്ച് നോക്കാം. ദൈവാലയം എന്നുള്ള ഉപദേശ സത്യം ലേഖനങ്ങളിൽ എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാനൊരു ചില ദൃഷ്ടാന്തങ്ങൾ പെട്ടെന്ന് പറഞ്ഞ്, ദൈവാലയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ലേഖനങ്ങളിൽ വെച്ച്, ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഹെയ്റോൺ അല്ല കേട്ടോ. ലേഖനങ്ങളിൽ പഠിപ്പിക്കുന്നത് മിക്കതും ഉണ്ട്, ഹെയ്റോൺ ഉണ്ട്, അത് ഞാൻ പറയാം. ഹെയ്റോൺ അല്ല അവിടുത്തെ മെയിൻ തീം എന്ന് പറയുന്നത്, മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹെയ്റോൺ അല്ല. പിന്നെ ലേഖനങ്ങളിൽ പഠിപ്പിക്കുന്ന ദൈവാലയം എന്ന് പറയുന്നത്, നോക്കണം, ഞാൻ 2-3 വേദഭാഗങ്ങളൊന്ന് പറയാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നോക്കി. 1 കൊരിന്ത്യർ
6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം എടുക്കുന്നവരൊന്ന് വായിച്ച് സഹായിക്കണേ പ്ലീസ്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദൈവാലയം എന്നല്ല, ഹെയ്റോണല്ല, പിന്നെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. അപ്പോൾ പുതിയ നിയമ കാലഘട്ടത്തിലെ ദൈവാലയം ഏതാണ്? കല്ലും മണ്ണും ഇഷ്ടികയും സിമെന്റും കൊണ്ട് പണിതതല്ല കേട്ടോ. പുതിയ നിയമ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് മുതലുള്ള കൺസെപ്റ്റിൽ ദൈവാലയം എന്ന് പറയുന്നത്, സ്തോത്രം, ദൈവാലയം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ശരീരമാണ്. ഈ വിശ്വാസിയുടെ ശരീരത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗം നിങ്ങൾ കണ്ടോ? പരിശുദ്ധാത്മാവ് വസിക്കുന്ന അതിവിശുദ്ധ സ്ഥലമാണ് വിശ്വാസിയുടെ ശരീരം. എത്ര പ്രാധാന്യമുണ്ടെന്ന് ഓർക്കുക. അവിടെ ആ 6-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ, 20-ാം വാക്യത്തിൽ പ്രത്യേകം പൗലോസ്ലീഹ പറയുന്നത് എന്താണെന്ന് നോക്കിയേ. എന്താ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ദൈവാലയമാണ്, വിശുദ്ധ മന്ദിരമാണ്, നായോസാണ് നിങ്ങളുടെ ശരീരം. അതുകൊണ്ട് ഈ കൈ കൊണ്ടും കണ്ണുകൊണ്ടും ഈ അധരം കൊണ്ടും ഈ കാലുകൾ കൊണ്ടും ഈ കാതുകൾ കൊണ്ടും എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാണ് ദൈവാലയം സംബന്ധിച്ചുള്ള പുതിയ നിയമ ഉപദേശം. ഇത് ഓരോ വിശ്വാസിയെയും കുറിച്ച് പറയുന്നതാണ്. പല വിശ്വാസികൾ ചേർന്ന ഒരു കൂടിവരവിനെയല്ല, പിന്നെ ഓരോ വിശ്വാസിയെയും ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഇനി നോക്കുക, 3-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-17. പലർക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാ. 3-ാം അധ്യായത്തിന്റെ 16-17. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നോക്കിയേ, ഇത് ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഇത് ഒരു വിശ്വാസിയെ കുറിച്ച് പറയുന്നതല്ല. ഇവിടെ 6-ാം അധ്യായത്തിൽ ഒരു വിശ്വാസിയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ 3-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ. സ്തോത്രം. ഞാൻ ഒരു വിഷയം നിങ്ങൾക്ക് പഠിക്കാൻ പറഞ്ഞു തരാം. ഈ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തില് പല വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പലതും ഇങ്ങനെ ചിന്തയിൽ വരും. ഈ 3-ാം അധ്യായത്തിൽ ഒരു പ്രധാന പഠനമുണ്ട്. ആ പഠനത്തിനൊരു ടൈറ്റിൽ കൊടുത്താൽ ഇങ്ങനെ കൊടുക്കുക: നിങ്ങളാരാണ്, ഞങ്ങളാരാണ്. ഞങ്ങളാരാണ്, നിങ്ങളാരാണ്. ഈ ഞങ്ങളും നിങ്ങളും വേർതിരിക്കുന്നത് ശരിയാണെന്നോ? അല്ല. പക്ഷെ ഈ 3-ാം അധ്യായത്തിൽ ഞങ്ങളും നിങ്ങളും ഉണ്ട്. നോക്കുക, 9-ാം വാക്യം നോക്കിക്കാട്ടെ. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എന്താ? ദൈവത്തിന്റെ കൂടി, ഞങ്ങള് ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ഞങ്ങള് അതാരാണ്? കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ കാര്യമാ ഈ ഞങ്ങൾ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 4 കാര്യങ്ങളുണ്ട് ഇവിടെ ഞങ്ങളെന്ന് പറയുന്നത്. ഇനിയും 2-ാമത്തെ വിഷയം നിങ്ങൾ എന്നുള്ളതാണ്. നോക്കണം, ആ 9-ാം വാക്യത്തിൽ തന്നെ ഉണ്ടാവുന്ന നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം, കെട്ടിടം. കേട്ടോ, നിങ്ങൾ ഗൃഹനിർമ്മാണം, യു ആർ ദ ബിൽഡിംഗ് ഓഫ് ഗാഡ് എന്നാണ്. നിങ്ങൾ ദൈവത്തിന്റെ കെട്ടിടമാണ്, നിങ്ങൾ ദൈവത്തിന്റെ ഹസ്ബൻഡറിയാണ്. നിങ്ങൾ ദൈവത്തിന്റെ കൃഷിത്തോട്ടമാണ്, നിങ്ങൾ ദൈവത്തിന്റെ കെട്ടിടമാണ്. അതേ സ്ഥലത്ത് പറയുകയാണ് 16-ാം വാക്യത്തിൽ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ കൊരിന്ത് സഭ, ഒരു വ്യക്തിയല്ല. നിങ്ങൾ എന്താ?
ദൈവത്തിന്റെ കൃഷിയായിരിക്കുന്നത് പോലെ തന്നെ കൊരിന്ത് സഭ ദൈവത്തിന്റെ മന്ദിരമാണ്. അവിടെ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ, നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കരുത്. ഇതെന്താണെന്നറിയാമോ? ഇത് നായോസാണ്, ഇത് ഹെയ്റോണല്ല. ദൈവസഭ ദൈവത്തിന്റെ നായോസാണ്. ഇനി ഞാനിത് ഒന്നുകൂടെ ഒന്ന് ലളിതമായി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഭാഗം നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവരാം, നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം. ഇതൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഇതുപോലുള്ള ഉപദേശങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരുടെ ഉള്ളിൽ പ്രത്യേക കൗതുകം ഉളവാക്കുന്ന, വലിയ സന്തോഷം ഉളവാക്കുന്ന പഠനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കങ്ങനെ ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. നോക്കണം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വന്നേ. ഈ മന്ദിരം, ഈ ദൈവാലയം, ഈ നായോസ് അവിടെ ഉണ്ട്. 2-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അതെ, കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കണ്ടോ? വിശുദ്ധ മന്ദിരം. ഇത് നായോസാണ്. വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഇനി അടുത്തത്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ആത്മാവിനാൽ ഒന്നിച്ചു പണിയപ്പെടുന്ന ദൈവാലയം. കണ്ടോ? നായോസ്, വിശുദ്ധ മന്ദിരം. ഇതേതാണ്? സ്തോത്രം. ഞാൻ ഒരു വട്ടം കൂടെ സ്തോത്രം പറയും. സ്തോത്രം. ഇത് ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയമാണ്. കേട്ടോ? പുതിയ നിയമ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ആലയം യെരൂശലേമിലുമല്ല, ഈ മലയിലുമല്ല, യെരൂശലേമിലുമല്ല. പുതിയ നിയമ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ആലയം, ദൈവാലയം, ദൈവത്തിന്റെ സഭയാണ് പ്രിയപ്പെട്ടവർ. കേട്ടോ? ഇത് തിരുവഴുത്തിൽ ഇതെങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. ലേഖനങ്ങളില് ഈ നായോസ് എന്നുള്ള അഥവാ വിശുദ്ധ മന്ദിരം, ദൈവാലയം എന്നുള്ളത് ആവർത്തിച്ചു വരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിന് ലേഖനം എഴുതുമ്പോ താൻ പറയുന്നു, 1 തീമത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ താൻ പറയുന്നു, ഒന്ന് വായിക്കാമോ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. സാറേ ഒന്ന് ശ്രദ്ധിക്കണേ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. 1 തീമത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതൽ ഒന്ന് നോക്കിക്കാം. 15. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. കണ്ടോ? 15-ാം വാക്യത്തിലാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്നു ദൈവാലയം. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, പുതിയ നിയമ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, 2-3 പേര് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കൂടി വരുന്നത്, വീട്ടിലാകട്ടെ, ഏതെങ്കിലും ഒരു കെട്ടിടത്തിലാകട്ടെ, ഏതെങ്കിലും ഒരു മരത്തണലിലാകട്ടെ, അത് ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ സഭയാണ്. എത്ര കൃത്യമായിട്ടാണ്
ദൈവത്തിന്റെ വചനം നമ്മളെ ഈ കാര്യം പഠിപ്പിക്കുന്നത്. ഞാൻ അവിടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സത്യം, ഉപദേശ സത്യം നമ്മൾ ലേഖനങ്ങളിൽ നിന്ന് ഗ്രഹിക്കുകയായിരുന്നു. ലേഖനങ്ങളിൽ ദൈവാലയം എന്നുദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വലിയ സത്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഈ ദൈവാലയം ഈ ഭൂമിയിൽ വന്നപ്പോൾ, ദൈവസഭയാകുന്ന ഈ ദൈവാലയം ഈ ഭൂമിയിൽ വന്നപ്പോൾ AD 70 സംഭവിച്ചത് യഹൂദന്മാർക്ക് നൽകപ്പെട്ടിരുന്ന ആ ദൈവാലയത്തിന്റെ AD 30 ആ മന്ദിരത്തിലെ തിരശ്ശീല 2 ചിന്തി. AD 70 എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ ദൈവാലയത്തിന്റെ ഒരു കല്ലിന്റെ പുറത്ത് മറ്റൊരു കല്ല് ശേഷിക്കാതെ ഒടേതമ്പുരാൻ ഇടിച്ചു കളഞ്ഞു. എന്തിനാണ്? സത്യ ദൈവാലയം ജനം ഗ്രഹിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ഇന്ന് എന്റെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, പുതിയ നിയമ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും എന്ന ഓരോരോ വിശ്വാസികളാണ്. 2, നമ്മൾ ഒരുമിച്ച് കൂടുന്ന ആ കൂടിവരവാണ് ദൈവത്തിന്റെ ആലയം. ഇത് തിരുവെഴുത്ത് അസന്ദിഗ്ധമായി പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ സത്യമാണ്. എന്നാൽ ഈ വിശുദ്ധ മന്ദിരം 2 വിധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, സാർവത്രിക സഭയാകുന്ന ദൈവാലയം. 2, ഓരോ പ്രദേശത്തുമുള്ള പ്രാദേശിക സഭയാകുന്ന ദൈവാലയം. ഇത് 2 വിധത്തിൽ നമ്മൾ ആ കാര്യം ഗ്രഹിക്കണം. ഞാൻ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഈ ദൈവാലയം, ഇവിടെ നിന്ന് ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം കർത്താവായ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ, അതിന് നമ്മള് വേദപുസ്തകാടിസ്ഥാനത്തിൽ നമ്മള് വേദശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്ന ഒരു വാക്കാണ് ഉൽപ്രാവണം എന്ന് പറയുന്നത്. ആ ഉൽപ്രാവണത്തിൽ ഈ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും, ദൈവാലയം ഇവിടെ നിന്ന് മാറ്റപ്പെടും. ആ കാലഘട്ടത്തിൽ ഒരു ദൈവാലയം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവാലയം. ആ ദൈവാലയം ഈ ഭൂമിയിൽ ഉണ്ടാകും. 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ തന്നെയുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ, അതാണ് 1-ാം വാക്യത്തിൽ, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ആകും എന്ന് പറഞ്ഞാൽ ദൈവസഭ എടുക്കപ്പെടുന്ന കാര്യം ആണ് അവിടെ ഉൽപ്രാവണമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്നറിയാമോ? 4-ാം വാക്യത്തിൽ ഈ ഭൂമിയിൽ ഒരു ദൈവാലയം ഉണ്ടാകും. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന ക്രൈസ്റ്റിന്റെ കാലഘട്ടത്തിൽ, മഹോപദ്രവ സമയത്ത്, മഹാപീഡന കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു ദൈവാലയമാണ് ഇത്. ഈ ദൈവാലയം ഒരു പക്ഷെങ്കിൽ യഹൂദന്മാര് പണിയുന്നതാവാം, അതല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പണിതു കൊടുക്കുന്നതാകാം. ഈ ദൈവാലയത്തിൽ ആന്റി ക്രൈസ്റ്റ് താൻ ദൈവമാണെന്ന് പറഞ്ഞ് പ്രവേശിക്കുകയും തന്നെത്താൻ ദൈവമാക്കുകയും ചെയ്യും. അപ്പോഴാണ് യഹൂദന്മാർക്ക് അബദ്ധം മനസ്സിലാകുന്നത്. അതുവരെ ഇവർ വിചാരിക്കുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷിത മശിയാണ് ഇയാള് എന്നാണ് അവര് ധരിച്ചു പോരുന്നത്. ആ സമയത്താണ് അവർക്ക് ബോധ്യപ്പെടുന്നത് ഇത് ഞങ്ങളുടെ മശിയ അല്ല, തന്നെത്താൻ ദൈവമാക്കുകയും
നമ്മള് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രവചനം നിവൃത്തിയാകുകയും ചെയ്യും. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനം എന്താ? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുകയും ചെയ്യുന്ന ആ പ്രവചനം നിവൃത്തിയാകുന്ന കാര്യമാണ് ഈ തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനിയും വെളിപാട് പുസ്തകത്തിൽ ദൈവാലയം, അത് ഞാൻ ഒറ്റ വാക്യത്തിൽ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. എന്താണ് ആ ദൈവാലയം എന്നറിയാമോ? വെളിപാട് പുസ്തകത്തിലെ ദൈവാലയം 21-ാം അധ്യായം, വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്ന, ദൈവം താൻ തന്നെ ഇറങ്ങി വന്ന് നേരിട്ട് ദൈവജനത്തിന്റെ നടുവിൽ വസിക്കുന്ന ഒരു ദൈവാലയം, ഒരു ദൈവാലയത്തിന്റെ അനുഭവം നമ്മൾക്ക് ഉണ്ടാകും. സ്വർഗത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട വിശുദ്ധ സ്ഥലം, അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഭൂമിയിൽ ദൈവത്തിന്റെ ആലയം സ്ഥാപിക്കപ്പെടും. ഇത് ഭാവിയിൽ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവാലയം. നമ്മൾക്ക് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് മടങ്ങി വന്ന് ചില മിനിറ്റുകളെ നമ്മുടെ മുമ്പിലുള്ളൂ. ആ മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ ആവശ്യം. അവിടെ നമ്മൾ കാണുന്നത് അക്ഷരീയമായ ദൈവാലയമാണ്. അന്ന് ദൈവാലയമുണ്ട്. അപ്പൊ വാസ്തവത്തിൽ ആ ദൈവാലയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഒരു കുറവ്, ന്യൂനത എന്ന് പറയുന്നത് ആ ദൈവാലയത്തിൽ എന്തില്ല? ദൈവത്തിന്റെ ഷെഖൈന ഇല്ല. അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകമില്ല. ആ പെട്ടകത്തിൽ കൃപാസനമില്ല. ആ കൃപാസനത്തിൽ ദൈവതേജസ് ഇറങ്ങി വരുന്നില്ല. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ ദൈവാലയത്തിൽ. എന്നാൽ ആ ദൈവാലയത്തിലേക്ക് യേശുക്രിസ്തു ചെല്ലുന്നതാണ്. ശ്രദ്ധിക്കണേ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. യേശുക്രിസ്തു എന്ന ദൈവാലയം ഈ ദൈവാലയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യേശുക്രിസ്തു എന്ന ദൈവാലയത്തെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? എന്താ 1-ന്റെ 14 എന്താ നമ്മൾ വായിക്കുന്നത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇംഗ്ലീഷിൽ ടാബർനാക്കിൾഡ് എമംഗ് us എന്നാണ്. നമ്മളുടെ ഇടയിൽ കൂടാരമടിച്ചു. സമാഗമന കൂടാരം, യേശുക്രിസ്തു എന്ന സമാഗമന കൂടാരം ദൈവജനത്തിന്റെ നടുവിൽ വന്നതാണ് യേശുക്രിസ്തുവിന്റെ ജഡാവതാരം അഥവാ തിരു അവതാരം. ആ ദൈവാലയം യെരൂശലേം ദൈവാലയത്തിലേക്ക് ചെല്ലുന്നതാണ് ഈ 2-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഈ ദൈവാലയം യേശുക്രിസ്തു എന്ന വിശുദ്ധ ദൈവാലയം, അല്ലെങ്കിൽ നമുക്കിപ്പോ ആ ദൈവാലയം എന്നുള്ള വാക്ക് വിടുക, കർത്താവായ യേശുക്രിസ്തു ഈ ദൈവാലയത്തിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ആ ദൈവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ പരമാർത്ഥം വെളിപ്പെട്ടു വരികയാണ്. എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ആ ദൈവാലയത്തെയും ആ ദൈവാലയത്തിലുള്ള ചടങ്ങുകളെയും ആ ദൈവാലയത്തിൽ നടക്കുന്ന
വചനവിരുദ്ധമായതും വിശുദ്ധിക്ക് യോജിക്കാത്തതുമായ കാര്യങ്ങളെ കർത്താവ് ചോദ്യം ചെയ്യുകയല്ല, കർത്താവ് ആ ദൈവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. ഇവിടെ യേശുക്രിസ്തു ഒരു വലിയ കാര്യം സമർത്ഥിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഈ ദൈവാലയം കേവലം നമ്മൾ പഠിച്ച നിഴലും പൊരുളും പ്രതിരൂപവും സ്വരൂപവും. ഈ ദൈവാലയം, സ്തോത്രം, ഈ ദൈവാലയം കേവലം ഒരു നിഴലാണ്. പൊരുളായ ഒരു ദൈവാലയമുണ്ട്. ആ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് ഈ യോഹന്നാൻ 2:13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നവരല്ല. ആ ദൈവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ ഈ അക്ഷരീക ദൈവാലയത്തിലെ ശുശ്രൂഷകളല്ല. യേശുക്രിസ്തു സ്ഥാപിക്കുകയാണ്, അരക്കിട്ടുറപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, ഞാൻ വ്യക്തമാക്കാം. ഏതാണ് യഥാർത്ഥ ദൈവാലയം? യഹൂദന്മാരുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ട ഈ അക്ഷരീകമായ ദൈവാലയമല്ല യഥാർത്ഥ ദൈവാലയം. സ്തോത്രം. നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളും നമ്മുടെ മുമ്പിലുള്ള അല്പസമയം കൂടെ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഏതാണ് പുതിയ നിയമ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ആലയം? അത് ഞാൻ പറയാതെ പോയാൽ ഈ ക്ലാസ് ഒരിക്കലും പൂർണ്ണമാകയില്ല. നോക്കുക, ആ ദൈവാലയം ഏതാണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ 11 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആ ദൈവാലയത്തിന്റെ വിശദീകരണമാണ്. ഇതല്പം ഗഹനമായ പഠനമാണെങ്കിലും ഇത് പറയാതിരുന്നാൽ ആ ദൈവാലയത്തെ കുറിച്ചുള്ള പഠനം സമ്പൂർണമാകുകയില്ല. അതുകൊണ്ട് പറഞ്ഞേ പറ്റുകയുള്ളൂ. നോക്കണം, ഏതാണ് പുതിയ നിയമ കാലഘട്ടത്തിലെ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവാലയം? ആ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതനാരാണ്? ആ ദൈവാലയത്തിലെ ശുശ്രൂഷകരായ പുരോഹിതരാരാണ്? പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 11-ാം വാക്യം നോക്കാട്ടെ. 9:11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട്. ജോസാറല്ലേ വായിക്കുന്നേ? സാറേ, സമയലാഭത്തിന് വേണ്ടി ഞാൻ തന്നെ അങ്ങ് വായിച്ചു പോട്ടെ. സാറിന്റെ അനുവാദത്തോടുകൂടെ ഞാനങ്ങ് വായിക്കാം. എന്താ? ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ മാറി. കണ്ടോ? മഹാപുരോഹിതൻ മാറി. ലേവി ഗോത്രത്തിലെ അഹറോന്യ കുലത്തിൽപ്പെട്ട മഹാപുരോഹിതനല്ല, യഹൂദ ഗോത്രത്തിലെ ഒരുത്തൻ മഹാപുരോഹിതനായിരിക്കുന്നു. ആ മഹാപുരോഹിതൻ ആരാണ്? ക്രിസ്തു. പഴയ നിയമത്തിലെ നിഴലായ മഹാപുരോഹിതന്റെ പൊരുളായ മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. മഹാപുരോഹിതനായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരം. ഇത്രയും വലിപ്പമുള്ള കൂടാരം ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. ദൈവാലയം, ഈ വലിപ്പവും തികവുമേറിയ ദൈവാലയം. 2, ഇത് കൈകൊണ്ടുണ്ടാക്കിയതല്ല. ഈ ദൈവാലയം 46 ആണ്ടുകൊണ്ട് ഹേരോദാവ് ഉണ്ടാക്കിയതാണ് ഈ ദൈവാലയം എന്ന് ശിഷ്യന്മാർ യേശുവിനെ ആ ദൈവാലയത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ യേശു പറയുകയാണ്, അതല്ല ദൈവാലയം. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത, കൈപ്പണിയല്ലാത്ത, വലിപ്പവും തികവുമേറിയ ഒരു ദൈവാലയം.
ആ ദൈവാലയത്തിലേക്ക് നോക്കണം, ആ കൂടാരത്തിൽ കൂടെ ആ ദൈവാലയത്തിന്റെ വിശുദ്ധ മന്ദിരം, അത് ഏതാണ് വിശുദ്ധ മന്ദിരം? അതിവിശുദ്ധ സ്ഥലം സ്വർഗമാണ്. വിശുദ്ധ മന്ദിരത്തിലേക്ക് സ്തോത്രം സ്തോത്രം പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല, സ്വന്തം ചങ്കിലെ ചോര കൊണ്ട്, സ്തോത്രം, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഈ ദൈവാലയം ഏതാ? ഈ ദൈവാലയം ഏതാ? മക്കയിലുണ്ടോ? മെദീനയിലുണ്ടോ? യെരൂശലേമിലുണ്ടോ? അയോധ്യയിലുണ്ടോ? ഈ ദൈവാലയം ഏതാണ്? ഈ ദൈവാലയം ഭൂമി പ്രാകാരവും ദൈവസഭ വിശുദ്ധ സ്ഥലവും സ്വർഗം അതിവിശുദ്ധ സ്ഥലവുമായ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ചിന്തയ്ക്ക് അടുത്തെങ്ങുമെത്താത്ത ദൈവാലയം. മാത്രം ആ ദൈവാലയത്തിൽ ഒരൊറ്റ മഹാപുരോഹിതനേ ഉള്ളൂ. ആ മഹാപുരോഹിതനാണ് കർത്താവായ യേശു. ആ മഹാപുരോഹിതൻ യാഗമർപ്പിച്ചു. ആട്ടുകൊറ്റന്മാരെയും കാളയെയുമല്ല. യഹൂദന്മാരുടെ ദൈവാലയത്തിൽ കാളയും ആട്ടുകൊറ്റന്മാരും ഉണ്ടായിരുന്നു, കുറുപ്രാവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മഹാപുരോഹിതൻ അർപ്പിച്ചത് സ്വന്തം ശരീരത്തെ യാഗമായി അർപ്പിച്ച്, ആ ആട്ടുകൊറ്റന്മാരുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട്, സ്തോത്രം, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ കൃപാസനമുണ്ട്, സ്തോത്രം. അവിടെ നമ്മുടെ കർത്താവായ യേശു എന്ന മഹാപുരോഹിതനുണ്ട്. ഞാൻ ദൈവത്തെ വാഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, അവിടെ എൻ്റെ യേശുവിന്റെ രക്തമുണ്ട്. േലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, മാനവവർഗത്തിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം, എന്നെ കഴുകി ശുദ്ധീകരിച്ച എന്റെ കർത്താവിന്റെ രക്തം അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് പിതാവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവാലയത്തിലെ പുരോഹിതന്മാരാരാണ്? ഈ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിത വർഗമാരാണ്? മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. പുരോഹിത വർഗമാരാണ്? 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, സ്തോത്രം. 1 പത്രോസ് 2:9 എന്താ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർക്കും. ഞാൻ പുരോഹിതനാണ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും പുരോഹിതന്മാരാണ്. വെളിപാട് ദിവസം 1:6 അതിനോട് ചേർത്തെഴുതിക്കോ, രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹീതമായ യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് വെറും അക്ഷരീയമാരുമായ ഒരു ദൈവാലയത്തിന്റെ കാര്യം പറഞ്ഞ് അനേക ആളുകൾ പുകഴുന്നത് എനിക്കും നിങ്ങൾക്കും കാണാം. നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. വചന സത്യങ്ങളിൽ നമ്മൾക്ക് അടിയുറച്ചു നിൽക്കാം. നിഴലായ ദൈവാലയം മാറി, നിഴലായ യാഗം മാറി, നിഴലായ മഹാപുരോഹിതൻ മാറി, നിഴലായ പുരോഹിതന്മാർ മാറി. പൊരുളായത് രംഗത്ത് വന്നു. ഇതാണ് ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹീതമായ യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രത്യേകമായ സൂചനയാണ്, സന്ദേശമാണ്. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ യേശു ആ ദൈവാലയത്തിലേക്ക് കയറി അധികാരത്തോടെ
ആ ദൈവാലയത്തിൽ ചില കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, യേശു അവിടെ കയറി ഇതെല്ലാം ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും യേശു ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അതുവരെ യേശു നായോസിൽ കയറിയില്ല. തന്റെ കുരിശുമരണം സംഭവിച്ച് ആ ദൈവാലയത്തിന്റെ മന്ദിരത്തിന്റെ തിരശീല മേൽ തൊട്ടടിയോളം രണ്ടായി ചീന്തിക്കഴിഞ്ഞപ്പോഴാണ് നായോസിലേക്ക് നമ്മൾക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടത്. അതുവരെ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ കർത്താവ് നീക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ അനുഗ്രഹീതമായ യാഥാർത്ഥ്യത്തിന്റെ ദൈവിക പ്രകാശനമാണ്, തിരുവഴുത്തിന്റെ പ്രകാശനമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കേവലം ഒരു ദൈവാലയ ശുദ്ധീകരണം എന്ന നിലയിൽ മാത്രം നമ്മൾ ഈ ഭാഗത്തെ കാണരുത്. വലിയ ഉപദേശ സത്യത്തിന്റെ വെളിപാടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ സഹായം നമുക്കുണ്ടാകും. സ്തോത്രം. എല്ലാവർക്കും ഇത് വെളിപ്പെട്ട് കിട്ടണം എന്നില്ല. എന്നാൽ ഇത് വെളിപ്പെട്ട് കിട്ടിയ ദൈവമക്കൾ ഈ അനുഗ്രഹീതമായ സത്യങ്ങളിൽ മതിമറന്ന് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇസ്രായേലിലെ ഒരു ഗോത്രത്തിന് മാത്രമല്ല, ഭാഷയിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ജാതികളിൽ നിന്നുള്ള എല്ലാവർക്കും ഈ ദൈവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവകൃപ പ്രാപിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്നു എന്നുള്ള വലിയ സത്യം ഓർത്ത് നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവർക്കും ഈ ദൈവവചന സത്യങ്ങൾ ആസ്വദിച്ച് ആനന്ദിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.